ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയുടേതാണ്. എൻ്റെ വെണ്ട കൃഷിയൊക്കെ ഒന്ന് കാണിച്ചു തരികയും അതോടൊപ്പം തന്നെ കുറച്ച് വെണ്ടത്തൈകൾ ഞാൻ പാകി നിർത്തിയിട്ടുണ്ട്, അത് മാറ്റി നടുകയും കൂടിയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വെണ്ട കൃഷി. ഇത് ഗ്രോ ബാഗിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വെണ്ടയിലൊക്കെ ഇഷ്ടം പോലെ കായ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയും വിളവെടുത്തതാണ്. പക്ഷേ വെണ്ടയൊക്കെ ഇപ്പോൾ എന്നേക്കാളും പൊക്കത്തിൽ പൊങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു വെണ്ട പോയിരിക്കുന്ന ഗ്രോ ബാഗിലാണെങ്കിലും വളരെ പൊങ്ങിയാണ് നിൽക്കുന്നത്. കായൊക്കെ പിടിച്ചിട്ടുണ്ട്, അതുപോലെ പുതിയ പുതിയ പൂക്കളും ഉണ്ടായി വരുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ വെണ്ടയൊക്കെ നട്ടു കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. എന്തൊക്കെ വളം ചേർത്താണ് നമ്മൾ നടുന്നതും എന്നുള്ളതൊക്കെയാണ്. മഴക്കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ വിളവ് ലഭിക്കുന്ന ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട. അപ്പം ഞാൻ ഈ വെണ്ട നട്ടിട്ട് മുമ്പ് വെണ്ടയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിൽ നിറയെ പൂക്കളും കായ്കളും ഒക്കെ പിടിച്ചു വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനും തീയിൽ വെക്കാനും ഒക്കെ. അത് കണ്ടോ, പൂക്കൾ പിടിച്ചു വരുന്നുണ്ടോ. പക്ഷേ നന്നായിട്ട് പൊക്കം വെക്കുന്ന വെണ്ടയാണ്. ഞാൻ ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത്, എങ്കിലും നല്ല പൊക്കത്തിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു കുഞ്ഞ വെണ്ട കൃഷി. പിന്നെ വെണ്ടയിൽ നമുക്കിപ്പോൾ ബാധിക്കുന്ന രോഗം എന്താണെന്ന് ചോദിച്ചാൽ ഇലചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യമാണ്. ഇത് റെഡ് വെണ്ടയാണ്. ഇതിലൊക്കെ ഇങ്ങനെ ഇലചുരുട്ടിപ്പുഴുക്കൾ കാണും. നമ്മളതൊക്കെ അങ്ങ് നീക്കം ചെയ്ത് കൊടുക്കണം. റെഡ് വെണ്ടയിൽ നിന്നും ഇന്നലെ വിളവെടുത്തതാണ്, എങ്കിലും പൂക്കളൊക്കെ പിടിച്ച് വരുന്നുണ്ട് വീണ്ടും വീണ്ടും. ഗ്രീൻ വെണ്ടയും ഉണ്ട്, അതിൽ നന്നായിട്ട് പൂക്കളും കായ്കളും ഒക്കെ ലഭിക്കുന്ന ഒന്നാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ നമ്മുടെ കുഞ്ഞു കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇത് ഞാൻ ടെറസിൽ നട്ട് വെച്ചിരിക്കുന്ന ഒരു വെള്ളക്കാന്താരിയാണ്. വെള്ളക്കാന്താരിയിലും നിറച്ച് കായ പിടിച്ച് നിൽപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെണ്ടയുടെ തൈ ഒന്ന് മാറ്റി നട്ടു കൊടുക്കാം. ഇതാണ് ഞാൻ പാകി നിർത്തിയിരിക്കുന്ന വെണ്ടയുടെ തൈ. നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ വളർന്നു വരുന്നുണ്ട്. നമുക്ക് ഗ്രോ ബാഗിലേക്കൊന്ന് മാറ്റി നട്ടു കൊടുക്കാം. ഞാൻ പഴയ ഗ്രോ ബാഗിലേക്കാണ് ഇപ്പം നമ്മുടെ വെണ്ടത്തയ്യെ മാറ്റി നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 4 ഗ്രോ ബാഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പഴയ കവറായതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളം കുറച്ചേ കാണുകയുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് വളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ തയ്യെ പറിച്ച് മാറ്റി നട്ടു കൊടുക്കാനായിട്ട്. ഞാൻ നമ്മൾ വളം എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. പഴയ ഗ്രോ ബാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വീണ്ടും അതിലേക്ക് വളമൊക്കെ നിറച്ച് കൊടുത്തിട്ട് നമ്മൾ തൈകളൊക്കെ വെച്ച് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിൽ വളം കാണുകയില്ല. പഴയ കൃഷിയിലൊക്കെ ചെയ്ത ഗ്രോ ബാഗിൽ ആ ചെടിയൊക്കെ എൻ്റെ വളമൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയതായിട്ട് വീണ്ടും തൈ നടുമ്പോൾ നമ്മൾ വളം കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് വേണം തൈകൾ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഞാൻ ഈ വളം ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ ഗ്രോ ബാഗൊക്കെ ഞാൻ വാങ്ങിക്കുന്നത് വളങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് നമുക്ക് ഗ്രോ ബാഗ് ലഭിക്കും. കടയിൽ നിന്നാണ് നമ്മളിത് വാങ്ങിക്കാറുള്ളത്.
ഒത്തിരി വർഷമൊന്നും ഈട് നിൽക്കുകയില്ലെങ്കിലും ഒരു 2 വർഷമൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഈട് നിൽക്കും. വിത്തുകളൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ വരുത്താറുണ്ട്. അല്ലാതെ നമ്മുടെ കൃഷിയിൽ നിന്നും എടുത്തു വെച്ച് ഉപയോഗിക്കാറുണ്ട്. പിന്നീട് കൃഷിഭവനിലൊക്കെ ഫ്രീ ആയിട്ട് വിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ അതും പോയി വാങ്ങിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കൃഷി ചെയ്യാറുള്ളത്. വെണ്ടയുടെ വിത്തൊക്കെ നമുക്ക് വേറെ വാങ്ങിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ വെണ്ടയിൽ നിന്ന് തന്നെ വിത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വെണ്ടയിൽ നിന്ന് വിത്ത് പാകി കൊടുത്തിരുന്നതാണ്. ഈ വെണ്ടത്തേയൊക്കെ ഉണ്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ വേര് കളയാതെ പറിച്ചെടുത്തിട്ട് ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കാം. കണ്ടോ, വേരൊന്നും പോയിട്ടില്ല, നല്ല തൈയാണ്. നമുക്കിത് നട്ട് കൊടുക്കാം. നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ വളം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ കൊടുത്താൽ മതി. ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ അതുപോലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു 2 ചുവട് വെണ്ടയൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ മഴക്കാലത്തൊക്കെ നമുക്ക് കറി വയ്ക്കാനുള്ള വെണ്ടയ്ക്കൊക്കെ കിട്ടും. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും നമ്മൾ കൃഷി ചെയ്യുന്നതും രണ്ടും വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ്. നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം നല്ല ടേസ്റ്റാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒരു 2 ചുവട് വെണ്ട, 2 ചുവട് വഴുതന, പച്ചമുളക് ഇതൊക്കെ നിങ്ങൾ കൃഷി ചെയ്യണം. എനിക്കൊരു തൈ ബാലൻസ് വന്നിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് മാറ്റി നടുന്നതാണ്. ഈ നട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് സ്യൂഡോമോണസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൈകളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ പച്ചക്കറി തൈകളൊക്കെ നടുമ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് നട്ട് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും കൊടുക്കേണ്ട കാര്യവുമില്ല, വളങ്ങൾ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.